തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 16-കാരനെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചെന്ന UAPA കേസിൽ കുട്ടിയുടെ മാതാവ് കേരളത്തിൽ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് എന്ന് ഷെവീദ് റാവുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. UK-യിലായിരുന്ന യുവതി 2 ആഴ്ചയ്ക്ക് മുമ്പാണ് കേരളത്തിലെത്തിയത്. സംഭവത്തിൽ മാതാവിൻ്റെ ആൺ സുഹൃത്തിൻ്റെ സഹോദരനും സംശയ നിഴലിലാണ് എന്നാണ് വിവരം. ഷെവീദ് റാവുത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ഈ വാർത്തയുമായി. ഷെവീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. കേരളമാകെ ഞെട്ടിയൊരു വാർത്തയായിരുന്നു ഈ വെഞ്ഞാറമൂട് UAPA കേസ്. അതായത് അമ്മയും അമ്മയുടെ ആൺ സുഹൃത്തും ചേർന്നുകൊണ്ട് 16 വയസ്സുകാരനായ കുട്ടിയെ IS-ലേക്ക് ചേരാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ്. ഈ കേസിൽ ATS സംസ്ഥാനത്തിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അതേപോലെ ദേശീയ സുരക്ഷാ ഏജൻസി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിവരികയാണ്. ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് കുട്ടിയുടെ മാതാവ് UK-യിലാണ് എന്നുള്ളതാണ്. എന്നാൽ അതീവ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം കുട്ടിയുടെ മാതാവ് കേരളത്തിൽ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവരെ കസ്റ്റഡിയിലല്ല, പക്ഷേ പോലീസ് നിരീക്ഷണത്തിലാണ്. പോലീസ് ഇക്കാര്യത്തിൽ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വരികയുമാണ്. UAPA കേസ് എന്നുള്ള വളരെ ഗൗരവത്തിലുള്ള 38 വകുപ്പ് പ്രകാരം വളരെ ഗൗരവത്തിലുള്ള കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. യുവതി നെടുമങ്ങാട് സ്വദേശിയാണ്. ശേഷം ഇവരുടെ ആദ്യ വിവാഹത്തിൽ ഇവർ മതപരിവർത്തനം നടത്തി. അതിനുശേഷമാണ് ഈ ആൺ സുഹൃത്തിനെ UK-യിൽ വെച്ച് പരിചയപ്പെടുന്നത്. UK-യിൽ ഇവർ നേഴ്സായി ജോലി ചെയ്തു വരികയാണ്. ഈ കുട്ടിയെ 10ാം ക്ലാസ് സമയത്ത് UK-യിലേക്ക് കൊണ്ടുപോയപ്പോഴായിരുന്നു ഈ IS-ൽ ചേരാൻ പലതരത്തിലുള്ള വീഡിയോകൾ അത് ഈ ആൺ സുഹൃത്ത് കാണിച്ചു കൊടുത്തത്. ഇവർ രണ്ടുപേരുമല്ലാതെ മറ്റൊരാൾ കൂടി ഇപ്പോൾ ഈ കേസിലേക്ക് വരുന്നുണ്ട്. അത് യുവതിയുടെ ആൺ സുഹൃത്തിന്റെ സഹോദരൻ വെമ്പായം സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. ഇയാൾ കനകമല കേസിൽ പിടിയിലായിട്ടുള്ള ആളാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ വിവരങ്ങളടക്കം ATS തേടുന്നുണ്ട്. ഇയാളാണോ ഇയാളുടെ സഹോദരന്റെ സുഹൃത്ത് എന്ന നിലയിൽ ഈ കുട്ടിയുടെ അമ്മയെ ഉൾപ്പെടെ IS-ലേക്ക് ചേരാൻ പ്രേരിപ്പിച്ചത് എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ ഏജൻസികൾ ഉള്ളത്. മാത്രവുമല്ല ഇയാളാണ് ഈ കുട്ടിയെ കേരളത്തിൽ റിസീവ് ചെയ്തതും ആറ്റിങ്ങലിലെ മതപഠനശാലയിലാക്കിയതും. അവിടെ വെച്ചായിരുന്നു ഈ മതപഠനശാല അധികൃതർ കുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നി. ഈ കുട്ടിയുടെ പിതാവിന്റെ, അതായത് ഈ യുവതിയുടെ ആദ്യ ഭർത്താവിന് വിവരമറിയിക്കുകയും അവരുടെ ബന്ധുക്കൾ ഇക്കാര്യത്തിൽ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ മാതാവ്, അതേപോലെ തന്നെ ആൺ സുഹൃത്തിന്റെ സഹോദരൻ, ഇവരെ 3 പേരെയും കേന്ദ്രീകരിച്ച് ഇപ്പോൾ ATS-ന്റെയും NIA-യുടെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.